ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 8-ാം തീയതി സുതനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള മഹിമ. ഒന്നാമത്, ഈ പരമരഹസ്യത്താൽ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിനൊക്കേക്കും രാജ്ഞിയായിട്ടും. രണ്ടാമത്, സകല വരപ്രസാദങ്ങളാലും അലങ്കൃതയായിട്ടും. മൂന്നാമത്, സർവേശ്വരൻ്റെ മാതാവായിട്ടും നിയമിതയായി. ആദ്യം, സുതനായ സർവേശ്വരൻ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് മനുഷ്യ സ്വഭാവമെടുത്ത് ആ അമ്മയ്ക്ക് സാക്ഷാൽ കുമാരനായി രാജാക്കൾക്ക് രാജാവും സകലർക്കും രക്ഷിതാവും അളവില്ലാത്ത മഹിമ പ്രതാപമുള്ളവനുമാണെങ്കിലും മിശിഹ ലോക നടപ്പനുസരിച്ച് തൻ്റെ അമ്മയായ കന്യകാമറിയത്തിന് കീഴ്വഴങ്ങിയതിനാൽ ആ പരിശുദ്ധ കന്യക രക്ഷിതാവിനെ രക്ഷിച്ചവളായും എല്ലാവർക്കും രാജ്ഞിയായും അഗോചരമായ മഹിമപ്രാപ്തയുമായിരിക്കുന്നു. അതുകൊണ്ട് അത്ഭുതത്തിന് വിഷയമായ ദിവ്യമാതാവ് ഉന്നത സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നതിനെയും ദൈവദൂതന്മാരും മറ്റു മോക്ഷവാസികളും ഈ രാജ്ഞിയെ ആചരിച്ച് വണങ്ങുന്നത് കൂടാതെ മോക്ഷരാജാവായിരിക്കുന്ന തൻ്റെ പുത്രൻ കൂടെയും മാതാവ് അപേക്ഷിക്കുന്നതിനെ കൽപ്പനാരൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് തദനുസരണം പ്രവർത്തിക്കുന്നതിനെയും കണ്ട് നാം സന്തോഷിച്ച് ഈ മാതാവിന് കീഴ്വഴങ്ങിയ കുമാരനെ സ്തുതിച്ച് ആരാധിക്കുകയും മാതാവിന് കൊടുക്കപ്പെട്ട മഹിമയ്ക്കായി നന്ദി പറയുകയും വേണം. രണ്ടാമത്, കന്യകാമറിയം തൻ്റെ തിരുവുദരത്തിൽ സുതനായ സർവേശ്വരനെ ഗർഭം ധരിച്ചതിനോടുകൂടെ സകല പുണ്യസമ്പത്തുകളെയും പ്രാപിച്ചു എന്നതിൽ സംശയമില്ല. പരിശുദ്ധ കന്യക സർവേശ്വരൻ്റെ മാതാവാകുന്നതിന് മുമ്പ് തന്നെ അനവധി വരപ്രസാദങ്ങളാൽ അലങ്കൃതയായിരുന്നു. എങ്കിലും ഇവ തൻ്റെ സ്വന്തമെന്ന് വിചാരിക്കാതെ സർവേശ്വരൻ്റേത് എന്ന് വിചാരിച്ചാണ് വന്നിരുന്നത്. ദൈവമാതാവായതിൻ്റെ ശേഷം, അതായത് സകല സ്വർഗീയ സമ്പത്തുകളുടെയും സമസ്ത വരപ്രസാദങ്ങളുടെയും നാഥനായ സർവേശ്വരൻ തനിക്ക് പുത്രനായി തീർന്നപ്പോൾ ഈ നിക്ഷേപങ്ങളും വരപ്രസാദങ്ങളും തനിക്ക് സ്വന്തം പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് ആത്മീയ വരങ്ങളെ കന്യകാമറിയം തൻ്റെ ഇഷ്ടം പോലെ മനുഷ്യർക്ക് നൽകുന്നു. ഈ ബോധത്തോടെ മറിയത്തിൻ പക്കലെടുത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളെയും ഏറ്റവും വിനയപൂർവ്വം അപേക്ഷിച്ചു കൊള്ളണം. മൂന്നാമത്, പരിശുദ്ധ കന്യകാമറിയം മറ്റു മനുഷ്യരെ പോലെ ദൈവത്തിന് അടിമയായിരുന്നു. എങ്കിലും സുതനായ ദൈവം ഈ നാഥയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ദിവസത്തിൽ ഈ ദാസ്യാവസ്ഥ വെടിഞ്ഞ് ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനം സ്വീകരിക്കുകയും തന്മൂലം സകല സൃഷ്ടികളാലും വണങ്ങപ്പെടുവാൻ യോഗ്യയായി തീരുകയും ചെയ്തു. ദൈവദൂതന്മാർ പോലും മാതാവിൻ്റെ ഈ ഉന്നത മഹിമയെക്കുറിച്ച് അറിയിക്കുന്നതിന് ശ്രമിച്ചാലും യോഗ്യതയ്ക്ക് തക്കവണ്ണം ഈ നാഥയെ സ്തുതിപ്പാനും പുകഴ്ത്തുവാനും സാധിക്കുന്നതല്ല. ഇത്ര മഹിമയും വല്ലഭത്വവും നിറഞ്ഞ ഈ ദൈവമാതാവിനെ നാമും കഴിയും വണ്ണം സ്തുതിക്കുന്നുവെങ്കിൽ ഈ നാഥ നമുക്ക് ആവശ്യമായ സഹായങ്ങൾ തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതാണ്. ദൃഷ്ടാന്തം: ഏതു വക നാശങ്ങളിലും തിരുസഭ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഹായം അന്വേഷിക്കുക പാരമ്പര്യമായി നടന്നു വരുന്ന പതിവാകുന്നു. പരിശുദ്ധ കന്യകയാകട്ടെ തൻ്റെ അടുക്കൽ വരുന്നവരെ ഉപേക്ഷിക്കാതെ എപ്പോഴും തൻ്റെ വല്ലഭത്വത്തെയും കൃപയെയും കാണിപ്പാൻ സന്നദ്ധയായിരിക്കുന്നു. ലെപ്പാൻതെ എന്ന യുദ്ധത്തിൽ ഈ സ്വർഗരാജ്ഞി ക്രിസ്ത്യാനികളോട് കാണിച്ച ദയ അസാധാരണമായിരുന്നു. 1571 മുഹമ്മദീയർ അടിക്കടി ലഭിച്ച വിജയങ്ങൾ മൂലം അഹങ്കാരികളായി ക്രിസ്തീയ ലോകം മുഴുവനും കീഴ്പ്പെടുത്തണമെന്നും എല്ലാ ദേവാലയങ്ങളിലും തങ്ങളുടെ കൊടി തിരുസ്ലീവ കൊടിക്ക് പകരം സ്ഥാപിക്കണമെന്നും തങ്ങളുടെ രാജാവിനെ ഭൂലോകമൊക്കെയിലും ഏകാധിപതിയായി നിയമിക്കണമെന്നും തീർച്ചപ്പെടുത്തി. ഈ ഉദ്ദേശസിദ്ധിക്കായി അസംഖ്യം സേനകളെ ചേർത്ത് അനവധി പടക്കപ്പലുകളും തീർപ്പിച്ച് യുദ്ധം ചെയ്ത് അനേക രാജ്യങ്ങൾ നശിപ്പിക്കുകയും നഗരികൾ പിടിച്ചടക്കുകയും ചെയ്തു. ഒടുവിൽ ഇത്താലിയ രാജ്യം കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമമായി. അക്കാലത്ത് തിരുസഭയെ ഭരിച്ചു വന്ന 5-ാം പിയൂസ് മാർപ്പാപ്പ
ഈ ആപത്ത് നീങ്ങുവാൻ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും വിശ്വാസികളെല്ലാവരും 153 മണിജപം ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് ജയം ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ സേനാധിപൻ യുദ്ധസമയത്തിൽ ഉയർത്തുവാൻ സ്ലീവാക്കൊടി ആശീർവദിച്ച് കൊടുത്തയച്ചപ്പോൾ ദൈവമാതാവിൻ്റെ സഹായത്താൽ വിജയം നിശ്ചയമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അത് കാരണം സൈന്യാധിപൻ അത്യധികം സന്തോഷത്തോടുകൂടി കപ്പൽ കയറി ശത്രുക്കളുടെ നേരെ ചെന്നു. ക്രിസ്ത്യാനികളുടെ പടക്കപ്പലുകൾ ശത്രുക്കളുടേതിനേക്കാൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എങ്കിലും അധൈര്യപ്പെടാതെ മുറയ്ക്ക് യുദ്ധം തുടങ്ങി. അപ്പോൾ മാർപ്പാപ്പ കൊടുത്തയച്ചിരുന്ന സ്ലീവാക്കൊടി ഉയർത്തപ്പെട്ടതിനെ കണ്ട് ക്രിസ്തീയ ഭടന്മാർ എല്ലാവരും സാഷ്ടാംഗം വീണ് ഈശോ മിശിഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുനാമങ്ങൾ ഭക്തിപൂർവം ചൊല്ലുകയും ദൈവകാര്യങ്ങൾക്കായിട്ട് തങ്ങളുടെ രക്തമെല്ലാം ചിന്തുന്നതിന് മനസ്സായിരിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത് അവർണ്ണനീയമായ സന്തോഷത്തോടും ധൈര്യത്തോടും കൂടെ എഴുന്നേറ്റ് ശത്രുക്കളുടെ നേരെ സിംഹത്തെ പോലെ പാഞ്ഞെത്തുകയും ചെയ്തു. യുദ്ധ ആരംഭത്തിൽ കാറ്റ് ഇവർക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ ദൈവശക്തിയാൽ കാറ്റ് മാറി വീഴുകയും 5 മണിക്കൂർ നേരത്തേക്ക് ഇരുകൂട്ടരും തമ്മിൽ ഒരു ഘോര സമരം നടത്തുകയും ചെയ്തു. ഒടുവിൽ മഹമ്മദീയർ പരാജിതരായി. അവരുടെ കപ്പലുകൾ ഏറിയ കൂറും സമുദ്രത്തിൽ താണ് അനേകായിരം ജനങ്ങൾ മരിച്ചു. അടിമകളാക്കപ്പെട്ടിരുന്ന 15,000 ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ടു. തന്മൂലം ശത്രുക്കളുടെ അഹങ്കാരവും ശക്തിയും ക്ഷയിച്ചു. ഈ കീർത്തിപ്പെട്ട യുദ്ധം നടക്കയിൽ മാർപ്പാപ്പ ആലോചനക്കാരുമായി വത്തിക്കാൻ അരമനയിൽ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ദൈവപ്രേരിതനായി യുദ്ധത്തിൻ്റെ വിസ്മരണീയ ഫലത്തെ, അതായത് ക്രിസ്ത്യാനികളുടെ വിജയത്തെ അവരോട് അറിയിക്കുകയും അതിനായി സർവേശ്വരന് കൃതജ്ഞതാസ്തോത്രം ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതുകൂടാതെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ അത്ഭുതമായ വിജയം സംഭവിച്ചതിൻ്റെ സ്മരണയ്ക്കായി ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ദൈവമാതാവിൻ്റെ ലുത്തിനിയായിൽ ചേർപ്പാനും ഒരു തിരുനാൾ ഈ നാദിയെക്കുറിച്ച് ഈ നാമത്തിൽ കൊണ്ടാടുവാനും ആജ്ഞാപിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് വരുന്ന ആപത്തുകളിലും ഞെരുക്കങ്ങളിലും നമ്മുടെ സങ്കേതമായ ദൈവമാതാവിനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കണം. ജപം. സ്ത്രീജനങ്ങളിൽ വെച്ച് ആശീർവദിക്കപ്പെട്ട മറിയമേ, സർവ്വലോക നിയന്താവും എല്ലാ വരപ്രസാദങ്ങളുടെയും ഇരിപ്പിടവുമായിരിക്കുന്ന ഈശോയെ നീ പ്രസവിച്ചതിനാൽ സ്വർഗീയ സമ്പത്തുകൾ കൊണ്ട് നീ സമ്പൂർണ്ണയായിരിക്കുന്നുവല്ലോ. അവയെ മനുഷ്യർക്ക് കൊടുപ്പാൻ അങ്ങേക്ക് ശക്തിയും മനസ്സുമുള്ളതിനാൽ ഞാൻ സന്തോഷിച്ച് ആശ്വസിക്കുകയും എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പുണ്യദാരിദ്ര്യത്തെയും പാപ ആധിക്യത്തെയും കണ്ട് അലിവ് തോന്നി മേലാൽ ഞാൻ ജീവിക്കുന്ന കാലത്തിലും എൻ്റെ മരണസമയത്തിലും എനിക്ക് വേണ്ടി അനുഗ്രഹ സഹായങ്ങൾ ചെയ്തരണമെന്ന് നിൻ്റെ തൃപ്പാദങ്ങൾ മുത്തിക്കൊണ്ട് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിലോടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ ജപം ചൊല്ലുക. 3 സ്വർഗസ്ഥനായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയ പൂർണ്ണമായും ചൊല്ലുക. രാജകന്യകേ എന്ന ജപം. രാജകന്യകയെ, മനോഗുണത്തിൻ്റെ അമ്മയെ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായ ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്നും ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ,
മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി സമർപ്പിക്കണം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃത ജപം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. ഇന്നത്തെ സൽക്രിയ. കഴിയുമെങ്കിൽ ഒരു ഭിക്ഷക്കാരന് വസ്ത്രം കൊടുക്കണം. വാഴുക 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 വാഴുക. മെയ് മാസറാണിയമാമമ്മേ, പുഷ്പങ്ങൾ വർഷിക്കുന്നവളേ, സുഗന്ധവാഹിനിയാമമ്മേ, വാഴുക 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 വാഴുക.